യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മഹാനായും ലോഗോസ് ബൈബിൾ ക്വിസ് 2026 യോഹന്നാന്റെ സുവിശേഷം അധ്യായം 11 മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യം 1. യോഹന്നാൻ 11:1 പ്രകാരം ലാസർ ആരായിരുന്നു? ഓപ്ഷൻസ്: എ. മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ബി. മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും സഹോദരൻ. സി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ. ഉത്തരം ഓപ്ഷൻ സി. മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയയിൽ നിന്നുള്ളവൻ. ചോദ്യം 2. താഴെ പറയുന്നവയിൽ യോഹന്നാൻ 11:2 പറയാത്ത കാര്യം എന്താണ്? ഓപ്ഷൻസ്: എ. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ബി. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. സി. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശി. ഉത്തരം ഓപ്ഷൻ സി. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശി. യോഹന്നാൻ 11:2 പ്രകാരം ലാസർ ആരുടെ സഹോദരനാണ്? ഓപ്ഷൻസ്: എ. മർത്തായുടെയും മറിയത്തിൻ്റെയും. ബി. മറിയത്തിൻ്റെ. സി. മർത്തായുടെ. ഉത്തരം ഓപ്ഷൻ ബി. മറിയത്തിൻ്റെ. ചോദ്യം 4. യോഹന്നാൻ 11:5 പ്രകാരം യേശു സ്നേഹിച്ചിരുന്നവർ ആരാണ്? ഓപ്ഷൻസ്: എ. മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും. ബി. മറിയത്തെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും. സി. മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരൻ ലാസറിനെയും. ഉത്തരം എ. മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും. ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു എവിടെ എത്ര ദിവസം കൂടി ചെലവഴിച്ചു? എ. ജോർദാനക്കരെ 3 ദിവസം. ബി. ജെറുസലേമിൽ 3 ദിവസം. സി. താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം. ഉത്തരം സി. താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം. യോഹന്നാൻ 11:7 യേശു ശിഷ്യന്മാരോട് നമുക്ക് വീണ്ടും എവിടേക്ക് പോകാമെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. യൂദയായിലേക്ക്. ബി. മറുകരയിലേക്ക്. സി. ബഥാനിയയിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ. യൂദയായിലേക്ക്. ചോദ്യം 7. യേശുവിനെ കല്ലെറിയാൻ അന്വേഷിച്ചിരുന്നത് ആരാണെന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്? ഓപ്ഷൻസ്: എ. യഹൂദർ. ബി. ജനങ്ങൾ. സി. ഫരിസേയർ. ഉത്തരം ഓപ്ഷൻ എ. യഹൂദർ. ചോദ്യം 8. ആരാണ് ഈ ലോകത്തിൻ്റെ പ്രകാശം കാണുന്നത്? ഓപ്ഷൻസ്: എ. യേശുവിൽ വിശ്വസിക്കുന്നവൻ. ബി. പകൽ നടക്കുന്നവൻ. സി. മനുഷ്യപുത്രനെ ഏറ്റുപറയുന്നവൻ. ഉത്തരം ഓപ്ഷൻ ബി. പകൽ നടക്കുന്നവൻ. ആരാണ് തട്ടി വീഴുന്നത്? ഓപ്ഷൻസ്: എ. രാത്രി നടക്കുന്നവൻ. ബി. അന്ധകാരത്തിൽ നടക്കുന്നവൻ. സി. പ്രകാശത്തെ അറിയാത്തവൻ. ഉത്തരം ഓപ്ഷൻ എ. രാത്രി നടക്കുന്നവൻ. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു. യോഹന്നാൻ 11:11 യേശു ലാസറിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: എ. എൻ്റെ സ്നേഹിതനായ ലാസർ. ബി. ലാസർ. സി. നമ്മുടെ സ്നേഹിതനായ ലാസർ. ഉത്തരം ഓപ്ഷൻ സി. നമ്മുടെ സ്നേഹിതനായ ലാസർ. ചോദ്യം 11. യേശു ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ എന്താണ് വിചാരിച്ചത്? ഓപ്ഷൻസ്: എ. ലാസർ ഉറങ്ങുകയാണ്. ബി. നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ്. സി. അവൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഉത്തരം ഓപ്ഷൻ ബി. നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ്. നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞതെന്നാണ് ശിഷ്യന്മാർ കരുതിയത്. ചോദ്യം 12. ആരാണ് ദീദിമോസ്? ഓപ്ഷൻസ്: എ. ശിഷ്യന്മാരിൽ ഒരുവൻ. ബി. തോമസ്. സി. യോഹന്നാൻ. ഉത്തരം തോമസ്. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാമെന്ന് ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. ദീദിമോസ് എന്ന തോമസ് മറ്റ് ശിഷ്യന്മാരോട്. ബി. ദീദിമോസ് എന്ന തോമസ് മറ്റ് അപ്പസ്തോലന്മാരോട്. സി. പത്രോസ് കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരോട്. ഉത്തരം ഓപ്ഷൻ എ. ദീദിമോസ് എന്ന തോമസ് മറ്റ് ശിഷ്യന്മാരോട്. ചോദ്യം 15. ബഥാനിയ ജെറുസലേമിനടുത്ത് എത്ര ദൂരത്തായിരുന്നു? ഓപ്ഷൻസ്: എ. 15 സ്താദിയോൺ. ബി. 11 സ്താദിയോൺ. സി. ഏകദേശം 15 സ്താദിയോൺ. ഉത്തരം ഓപ്ഷൻ സി. ഏകദേശം 15 സ്താദിയോൺ. ആരാണ് മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നത്? ഓപ്ഷൻസ്: എ. അയൽക്കാർ. ബി. സ്വന്തക്കാർ. സി. അനേകം യഹൂദർ. ഉത്തരം അനേകം യഹൂദർ. യേശു വരുന്നെന്ന് കേട്ടപ്പോൾ അവനെ ചെന്ന് സ്വീകരിച്ചതാരാണ്? ഓപ്ഷൻസ്: എ. മറിയം. ബി. മർത്ത. സി. മറിയവും ഏതാനും ചില യഹൂദരും. ഉത്തരം ഓപ്ഷൻ ബി. മർത്ത. ചോദ്യം 17. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞതാരാണ്?
ഓപ്ഷൻസ് എ മറിയം, ബി മർത്ത, സി അവരിലൊരുവൻ. ഉത്തരം ഓപ്ഷൻ ബി മർത്ത. ചോദ്യം 18. തനിക്ക് എന്തറിയാമെന്നാണ് യോഹന്നാൻ 11:24 മർത്ത പറഞ്ഞത്? എ കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എനിക്കറിയാം. ബി നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. സി അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഉത്തരം ഓപ്ഷൻ സി അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ചോദ്യം 19. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു പറഞ്ഞതാരോടാണ്? ഓപ്ഷൻസ് എ ശിഷ്യന്മാരോട്, ബി മർത്തായോട്, സി തനിക്ക് ചുറ്റും ഉണ്ടായിരുന്നവരോട്. ഉത്തരം ഓപ്ഷൻ ബി മർത്തായോട്. ചോദ്യം 20. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു എവിടെ വെച്ചാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ നഗരത്തിന് പുറത്തു വെച്ച്, ബി ലാസറിന്റെ വീട്ടിൽ വെച്ച്, സി ഗ്രാമത്തിന് പുറത്തു വെച്ച്. ഉത്തരം ഓപ്ഷൻ സി ഗ്രാമത്തിന് പുറത്തു വെച്ച്. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു എന്നാണ് യോഹന്നാൻ 11:30 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 21. നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ് എ പത്രോസ്, ബി മർത്ത, സി മറിയം. ഉത്തരം ഓപ്ഷൻ ബി മർത്ത. ചോദ്യം 22. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് ആരാണ് അവളെ അനുഗമിച്ചത്? ഓപ്ഷൻസ് എ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന അവളുടെ ബന്ധുക്കൾ, ബി വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന ചിലർ, സി വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ. ഉത്തരം ഓപ്ഷൻ സി വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ. ചോദ്യം 23. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്ന് ആര്, എപ്പോൾ, എങ്ങനെയാണ് യേശുവിനോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു. ബി മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ നെടുവീർപ്പിട്ട് പറഞ്ഞു. സി മർത്ത യേശു നിന്നിരുന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു. ഉത്തരം ഓപ്ഷൻ എ മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു. ചോദ്യം 24. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചതെപ്പോഴാണ്? അല്ലെങ്കിൽ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായത് എപ്പോഴാണ്? ഓപ്ഷൻസ് എ മർത്തായും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ, ബി മറിയവും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ, സി മറിയവും കൂടെ വന്നവരും കരയുന്നത് കണ്ടപ്പോൾ. ഉത്തരം ഓപ്ഷൻ ബി മറിയവും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ. ചോദ്യം 25. കർത്താവെ വന്നു കാണുക എന്ന വാക്യത്തിന് ശേഷം വരുന്ന വചനം എന്താണ്? ഓപ്ഷൻസ് എ യേശു കണ്ണീർ പൊഴിച്ചു, ബി അവൻ കണ്ണീർ പൊഴിച്ചു, സി അവൻ നെടുവീർപ്പിട്ട് കണ്ണുനീർ പൊഴിച്ചു. ഉത്തരം ഓപ്ഷൻ എ യേശു കണ്ണീർ പൊഴിച്ചു. യോഹന്നാൻ 11:35 വചനം. യേശു കണ്ണീർ പൊഴിച്ചു. ചോദ്യം 26. യേശു എത്ര പ്രാവശ്യം നെടുവീർപ്പിടുന്നതായി യോഹന്നാൻ 11 രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഓപ്ഷൻസ് എ 1 പ്രാവശ്യം, ബി 2 പ്രാവശ്യം, സി 3 പ്രാവശ്യം. ഉത്തരം ഓപ്ഷൻ ബി 2 പ്രാവശ്യം. ചോദ്യം 27. യേശു ലാസറിന്റെ ശവകുടീരത്തിങ്കിൽ വന്നതെങ്ങനെയാണ്? ഓപ്ഷൻസ് എ ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട്, ബി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട്, സി നെടുവീർപ്പിട്ടുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി നെടുവീർപ്പിട്ടുകൊണ്ട്. ചോദ്യം 28. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ മർത്തായോട്, ബി അന്ധയാചകനോട്, സി മറിയത്തോട്. ഉത്തരം ഓപ്ഷൻ എ മർത്തായോട്. അടുത്ത ചോദ്യം. പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് യേശു എങ്ങനെയാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, ബി കണ്ണുയർത്തി, സി കണ്ണുകൾ ഉയർത്തി നെടുവീർപ്പിട്ടു. ഉത്തരം ഓപ്ഷൻ ബി കണ്ണുയർത്തി. യേശു എപ്പോഴാണ് പിതാവിന് നന്ദി പറഞ്ഞത്? ഓപ്ഷൻസ് എ അവർ കല്ലെടുത്ത് മാറ്റിയപ്പോൾ, ബി അപ്പം ആശീർവദിച്ചപ്പോൾ, സി മരിച്ചവൻ പുറത്തു വന്നപ്പോൾ. ഉത്തരം ഓപ്ഷൻ എ അവർ കല്ലെടുത്ത് മാറ്റിയപ്പോൾ. യേശു പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചവർ ആരാണെന്നാണ് യോഹന്നാൻ 11:45 എഴുതപ്പെട്ടിരിക്കുന്നത്?
ഓപ്ഷൻസ് എ മർത്തായുടെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ, ബി യഹൂദരിൽ വളരെ പേർ, സി മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ. ഉത്തരം ഓപ്ഷൻ സി മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ. ആരാണ് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ചെന്ന് ഫരിസേയരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ ചിലർ, ബി ചില യഹൂദർ, സി യേശുവിൻ്റെ കൂടെ വന്ന യഹൂദരിൽ ചിലർ. ഉത്തരം ഓപ്ഷൻ എ മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ ചിലർ. ചോദ്യം 33. യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞപ്പോൾ ആലോചനാ സംഘം വിളിച്ചുകൂട്ടിയതാരാണ്? ഓപ്ഷൻസ് എ ഫരിസേയർ, ബി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും, സി പുരോഹിത പ്രമുഖന്മാർ. ഉത്തരം ഓപ്ഷൻ ബി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 34. എല്ലാവരും യേശുവിൽ വിശ്വസിക്കുമ്പോൾ എന്തു സംഭവിക്കുമെന്നാണ് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ഭയപ്പെടുന്നത്? ഓപ്ഷൻസ് എ റോമാക്കാർ വന്ന് തങ്ങളുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും, ബി ജനങ്ങൾ കലാപമുണ്ടാക്കും, സി റോമാക്കാർ വിശുദ്ധ സ്ഥലം നശിപ്പിക്കും. ഉത്തരം എ റോമാക്കാർ വന്ന് തങ്ങളുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. ചോദ്യം 35. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ് എ അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യാഫാസ്, ബി ഫരിസേയർ, സി പുരോഹിത പ്രമുഖന്മാർ. ഉത്തരം ഓപ്ഷൻ എ അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യാഫാസ്. ചോദ്യം 36. യോഹന്നാൻ 11:51 പ്രകാരം ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിച്ചതാരാണ്? ഓപ്ഷൻസ് എ ദാവീദ്, ബി അന്നാസ്, സി കയ്യാഫാസ്. ഉത്തരം ഓപ്ഷൻ സി കയ്യാഫാസ്. ചോദ്യം 37. കയ്യാഫാസിൻ്റെ പ്രവചനം ആർക്ക് വേണ്ടിയും എന്തിനു വേണ്ടിയുമുള്ളതായിരുന്നു? ഓപ്ഷൻസ് എ ഇസ്രായേൽ ജനത്തിനും അവരെ ഒരുമിച്ച് കൂട്ടുന്നതിനും വേണ്ടി, ബി യഹൂദർക്കും അവർ ഒരുമിച്ച് കൂടുന്നതിനും വേണ്ടി, സി ജനത്തിനു വേണ്ടിയും ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും. ഉത്തരം ഓപ്ഷൻ സി ജനത്തിനു വേണ്ടിയും ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും. ആരെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയാണ് യേശു മരിക്കേണ്ടിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ, ബി ദൈവജനത്തെ, സി ചിതറിക്കിടക്കുന്ന ഇസ്രായേലിയരെ. ഉത്തരം ഓപ്ഷൻ എ ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ. ചോദ്യം 39. എന്തുകൊണ്ടാണ് യേശു പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിക്കാതിരുന്നത്? ഓപ്ഷൻസ് എ പ്രധാന പുരോഹിതരും ഫരിസേയരും അവനെ വധിക്കാൻ ആലോചിച്ചതിനാൽ, ബി അവർ അവനെ കൊല്ലാൻ ആലോചിച്ചതിനാൽ, സി അവനെ എറിയാൻ ജനക്കൂട്ടം കല്ലുകൾ എടുത്തതിനാൽ. ഉത്തരം ഓപ്ഷൻ എ പ്രധാന പുരോഹിതരും ഫരിസേയരും അവനെ വധിക്കാൻ ആലോചിച്ചതിനാൽ. ചോദ്യം 40. യോഹന്നാൻ 11:54 പറയുന്ന മരുഭൂമിക്കടുത്തുള്ള പട്ടണം ഏതാണ്? ഓപ്ഷൻസ് എ നായിം പട്ടണം, ബി എഫ്രായിം പട്ടണം, സി ജെറീക്കോ പട്ടണം. ഉത്തരം ഓപ്ഷൻ ബി എഫ്രായിം പട്ടണം. ചോദ്യം 41. യേശു ശിഷ്യന്മാരോടൊത്തുപോയി താമസിച്ച പട്ടണം ഏതാണ്? ഓപ്ഷൻസ് എ നായിം പട്ടണം, ബി എഫ്രായിം പട്ടണം, സി ജെറീക്കോ പട്ടണം. ഉത്തരം ഓപ്ഷൻ ബി എഫ്രായിം പട്ടണം. പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയത് ആരാണ്? ഓപ്ഷൻസ് എ യേശുവും ശിഷ്യന്മാരും, ബി ജനങ്ങൾ, സി ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ. ഉത്തരം ഓപ്ഷൻ സി ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ. ചോദ്യം 43. എന്തുകൊണ്ടാണ് ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ ജെറുസലേമിലേക്ക് പോയത്? ഓപ്ഷൻസ് എ പെസഹ തിരുനാളിൽ പങ്കെടുക്കാൻ, ബി തിരുനാളിൽ പങ്കെടുക്കാൻ, സി തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ. ഉത്തരം ഓപ്ഷൻ സി തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ. ചോദ്യം 44. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, അവൻ തിരുനാളിന് വരികയില്ലെന്നോ എന്ന് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചതാരാണ്? ഓപ്ഷൻസ് എ പെസഹായ്ക്ക് മുൻപേ ജെറുസലേമിലേക്ക് പോയ യഹൂദർ, ബി ഫരിസേയർ, സി തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് ഗ്രാമങ്ങളിൽ നിന്ന് പോയ വളരെ പേർ. ഉത്തരം ഓപ്ഷൻ സി തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് ഗ്രാമങ്ങളിൽ നിന്ന് പോയ വളരെ പേർ. ചോദ്യം 45. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും കൊടുത്തിരുന്ന കൽപ്പന എന്താണ്? ഓപ്ഷൻസ് എ യേശുവിനെ ബന്ധിക്കുവാനുള്ള കൽപ്പന, ബി യേശുവിനെ കണ്ടാൽ തങ്ങളെ അറിയിക്കുവാനുള്ള കൽപ്പന, സി അവൻ യേശു എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്നുള്ള കൽപ്പന.
ഉത്തരം ഓപ്ഷൻ സി. അവൻ യേശു എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്നുള്ള കൽപ്പന. ചോദ്യം 46. യോഹന്നാൻ 11 പറഞ്ഞിരിക്കുന്ന ഏത് സംഭവമാണ് എല്ലാ സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ. ലാസറിനെ ഉയിർപ്പിക്കുന്നു, ബി. യേശുവിനെ വധിക്കാൻ ആലോചന, സി. ബെഥാനിയയിലെ തൈലാഭിഷേകം. ഉത്തരം ബി. യേശുവിനെ വധിക്കാൻ ആലോചന. മത്തായി 26 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 14 അധ്യായം 1-2 വാക്യങ്ങൾ, ലൂക്ക 22 അധ്യായം 1-2 വാക്യങ്ങൾ, യോഹന്നാൻ 11 അധ്യായം 45 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. 15 സ്താദിയോൺ എത്ര ദൂരം വരും? ഓപ്ഷൻസ്: എ. ഏകദേശം 3 കിലോമീറ്റർ, ബി. ഏകദേശം 4 കിലോമീറ്റർ, സി. ഏകദേശം 6 കിലോമീറ്റർ. ഉത്തരം ഏകദേശം 3 കിലോമീറ്റർ. ഒരു സ്താദിയോൺ 0.185 കിലോമീറ്ററാണ്. യേശു കണ്ണീർ പൊഴിച്ചു എന്ന വചനഭാഗം ഏതാണ്? ഉത്തരം യോഹന്നാൻ 11:35. ചോദ്യം 49. അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഇവിടെ സൂചിപ്പിക്കുന്ന സംഭവത്തിൻ്റെ അധ്യായവും വാക്യങ്ങളും ഏതാണ്? ഉത്തരം യോഹന്നാൻ അധ്യായം 9-7 അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് യോഹന്നാൻ്റെ സുവിശേഷം 9 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം. അടുത്ത ചോദ്യം. യോഹന്നാൻ 11:35 മനുഷ്യപുത്രൻ എന്നതിന് പകരം ചില കയ്യെഴുത്ത് പ്രതികളിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ദൈവപുത്രൻ. ദൈവപുത്രൻ എന്നാണ് ചില കയ്യെഴുത്ത് പ്രതികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നന്ദി.